അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പച്ചക്കള്ളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തീവ്രവാദവും ഭീകരവാദവും മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരാറുള്ളത് എന്ന വസ്തുത ചരിത്രപരമായൊരു യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത തലമുറ മുതൽ തീവ്രവാദം മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചത് പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചും ദുർവ്യാഖ്യാനിച്ചും തമസ്കരിച്ചും കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ എന്താണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇക്കാലഘട്ടത്തിലും പച്ചക്കള്ളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇന്ന് തീവ്രവാദവും ഭീകരവാദവും മുസ്ലിം സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ഇത്തരം ആശയങ്ങളുടെ മൂലസ്രോതസ്സുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഭീകരവാദം ഇന്ന് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾ ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ വാദങ്ങളെ കടമെടുത്തുകൊണ്ട് ആ വാദങ്ങളെ അവർ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിന് മേൽ ഭീകരത സ്വയം അണിഞ്ഞുകൊണ്ട് അവർ ജിഹാദികളായി പ്രത്യക്ഷപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ജിഹാദുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിക അടിസ്ഥാന ആശയങ്ങളുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ലോകത്തെങ്ങും ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജിഹാദ് എന്താണ് എന്ന് പണ്ഡിതന്മാർ മുസ്ലിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പോഴിതാ കേരളത്തിൽ നിന്ന് IS കുടിയേറി എന്ന് പറയുന്ന ആളുകളുടെ പ്രതിനിധി എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് റാഷിദ് അബ്ദുള്ള ഒരു വോയിസ് ക്ലിപ്പ് മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. അതിൽ പറയുന്നത് മുഴുവനും പച്ചക്കള്ളപാടി എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് പരിശുദ്ധ ഖുർആൻ അറിയില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ കൃത്യമായി അറിയില്ല, അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് അറിയില്ല. അതേപോലെ തന്നെ പച്ചയായി അദ്ദേഹത്തിന്റെ മുന്നിൽ നടക്കുന്ന സംഭവങ്ങളെ വരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പച്ചക്കള്ളങ്ങൾ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ സവിശേഷത. ഉദാഹരണത്തിന്, കേരളത്തിൽ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ മുഴുവനും തന്നെ അതിനെതിരെ ശക്തമായി നിലകൊണ്ടിട്ടുള്ള അതാണ് കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകളെല്ലാം തന്നെ. ആ മുസ്ലിം സംഘടനകൾ, കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകളുടെ മുന്നിൽ നടന്നിട്ടുള്ളതാണ് കേരളത്തിലെ സലഫി പ്രസ്ഥാനം എന്ന് കേരളത്തിന്റെ ചരിത്രം അറിയാവുന്ന ആർക്കും അറിയാവുന്നതാണ്. സലഫി പ്രസ്ഥാനം കേരളത്തിലേക്ക് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്ന ഓരോ ഘട്ടത്തിലും അതിനെതിരെ ശക്തമായ പ്രതിരോധവുമായി കടന്നു വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ പ്രസംഗം പഠിക്കുന്ന കാലഘട്ടം മുതൽക്ക് തന്നെ തീവ്രവാദത്തിനെതിരെയുള്ള പ്രഭാഷണങ്ങൾ, തീവ്രവാദത്തിനെതിരെയുള്ള സെമിനാറുകളിലെ വിഷയാവതരണങ്ങൾ, അതിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ, ഇതെല്ലാമായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ തീവ്രവാദത്തിനെതിരാണ്, ഭീകരതയ്ക്കെതിരാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ ജിഹാദും പരിശുദ്ധ ഖുർആനിലെ ഹിജറയുമെല്ലാം ജനങ്ങൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലേക്ക്, മലയാളികൾക്കിടയിലേക്ക് തീവ്രവാദി പ്രസ്ഥാനങ്ങൾ നുഴഞ്ഞു കയറുവാൻ തുടങ്ങുന്നു എന്ന തിരിച്ചറിവ് ലഭിച്ച സമയം മുതൽ ആശയപരമായി അതിനെതിരെയുള്ള പ്രതിരോധത്തിൽ മുന്നിൽ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങൾ തന്നെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി എഴുതപ്പെട്ടതാണ്. ജിഹാദ്, സഹനവും സമരവും എന്ന പേരിലുള്ള പുസ്തകം എന്താണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായി വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ ഭീകരവാദികൾ പഠിപ്പിക്കുന്ന ജിഹാദ് ഇസ്ലാമിൻ്റെതല്ല എന്ന് കൃത്യമായി സമർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന് ഭീകരവാദത്തിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന റാഷിദ് അബ്ദുള്ളമാരോട് വെല്ലുവിളിക്കുന്നു. ഞാനതിൽ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾക്ക് കൃത്യമായി വസ്തുനിഷ്ഠമായി മലയാളം അറിയാവുന്ന ആളുകൾക്ക് മുന്നിൽ മറുപടി പറയുവാൻ നിങ്ങൾക്ക് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സാധ്യമാണോ എന്ന്. അതേപോലെ തന്നെ ഹിജറയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന്, സിറിയയെ പോലെയുള്ള IS ദൗലത്തുൽ ഇസ്ലാമിനെ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകലാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ചെയ്യേണ്ടത് എന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾക്ക് ബീജാപം നടക്കുന്നത് കാലഘട്ടം മുതൽക്ക് തന്നെ. എന്താണ് യഥാർത്ഥത്തിലുള്ള ഹിജറ എന്ന്, ആ ഹിജറയുടെ പാഠങ്ങൾ എന്താണ് എന്ന് കൃത്യമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഹിജറയുടെ പാഠങ്ങൾ എന്ന പുസ്തകം നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകവും
ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടം ശാന്തിയുടെയും സമാധാനത്തിന്റെയുമായിരുന്നു എന്നും മദീനയിൽ ഭരണം ഉപയോഗിച്ചതോടുകൂടി ശത്രുക്കളെ, ജിഹാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ കാഫറുകളെയും മുനാഫിഖുകളെയും അടിച്ചമർത്തുകയും കൊന്നുകളയുകയും നിഷ്കാസനം നടത്തുകയും എല്ലാമാണ് ചെയ്തത് എന്നും അതിലാണ് നമുക്കുള്ള മാതൃക എന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രചാരണത്തെ ഏറ്റെടുത്തിട്ടുള്ള ജിഹാദികളുടെ വാദങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരത്തിന് മുമ്പും ശേഷവും എന്ന പുസ്തകത്തിലൂടെ മറുപടി പറഞ്ഞിട്ടുള്ളയാളാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമീകരിക്കുവാൻ, ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ മാറ്റിത്തീർക്കുവാൻ വേണ്ടിയുള്ള IAS-കാരെയും IFS-കാരെയും സൃഷ്ടിക്കുവാനാണ് പീസ് സ്കൂളുകൾ തുടങ്ങിയത് എന്ന് നമ്മളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന റാഷിദ് അബ്ദുള്ള പറയുമ്പോൾ അത് അദ്ദേഹം പറയുന്ന നേർക്ക് നേരെയുള്ള പച്ചക്കള്ളമാണ് എന്ന വസ്തുത തുറന്നു പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പീസ് സ്കൂളിൽ ഒരു റാഷിദ് അബ്ദുള്ള മാത്രമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് ഒരുപാട് ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് നൂറുകണക്കിന് ടീച്ചർമാരുടെ, നൂറുകണക്കിന് അതല്ലാത്ത സ്റ്റാഫുകളുടെ, അതേപോലെ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെല്ലാമുള്ള ഒരു വലിയ സ്ഥാപന സമുച്ചയമാണ് പീസ് സ്കൂളുകൾ. ആ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആർക്കെങ്കിലും എന്നിൽ നിന്ന് ആ രൂപത്തിലുള്ള അഥവാ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ, ഇസ്ലാമിക ശരീഅത്ത് അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള തന്ത്രമാണ് യഥാർത്ഥത്തിൽ സ്കൂളുകളിലൂടെ നിർവഹിക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരാശയം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സന്നദ്ധമാകുമ്പോൾ സത്യസന്ധമായി പരിശോധിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഇന്ത്യ രാജ്യത്തെ സേവിച്ചുകൊണ്ട് നല്ല മുസ്ലിമായി, നല്ല ഇന്ത്യക്കാരനായി, ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിൽ നല്ല മുസ്ലിമായി, നല്ല ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നവനായി ജീവിക്കുവാൻ എങ്ങനെ കഴിയും എന്ന് പഠിപ്പിക്കുവാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള വസ്തുത. യഥാർത്ഥത്തിൽ ഇത് ഞാൻ പറയുന്നത് ഇവരുടെ സകല പ്രചാരണങ്ങളും പച്ചക്കള്ളപാട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജിഹാദിനെ കുറിച്ച്, ഹിജറയെ കുറിച്ച്, പ്രവാചകന്റെ വ്യക്തിത്വത്തെ കുറിച്ച് റാഷിദ് പറഞ്ഞ കള്ളത്തരങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ അർത്ഥം പോലും അറിയാത്ത, ഇംഗ്ലീഷിൽ നിന്ന് മാത്രം വായിച്ചു പഠിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾക്ക് പണ്ഡിതന്മാർ എന്ത് വ്യാഖ്യാനിച്ചു എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനുള്ള വിവരം പോലും ഇല്ലാതെ കേവലം ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ ആശയങ്ങൾ അത് തലയിൽ കയറ്റി ജാഗരം കൊള്ളിച്ച് ഈ സമൂഹത്തിലെ യുവാക്കളെ ആത്മഹത്യയുടെ പാതയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളോട് പരിശുദ്ധ ഖുർആനിന്റെ, തിരുസുന്നത്തിന്റെ, പൂർവ്വകാല പണ്ഡിതന്മാരുടെ കൃത്യമായ വചനങ്ങളുടെ വെളിച്ചത്തിൽ ഇത്തരം വിഷയങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ സന്നദ്ധമാണോ എന്നാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്. പച്ചക്കള്ളങ്ങളിൽ അഭിമാനിക്കുകയല്ല ചെയ്യേണ്ടത്. കാഫറുകൾക്കും മുനാഫിഖുകൾക്കുമെതിരെയുള്ള ജിഹാദാണ് ദൗലത്തുൽ ഇസ്ലാമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ, മുനാഫിഖിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വായെടുത്താൽ പച്ചക്കള്ളം പറയുമെന്നാണ്. റാഷിദ് അബ്ദുള്ള പറയണം പച്ചക്കള്ളമല്ലേ അദ്ദേഹം പറയുന്നത്? നമ്മുടെ പീസ് സ്കൂളുകൾ നടത്തുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ആയി MM അക്ബർ പറഞ്ഞു എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? ഇത്തരം കള്ളങ്ങളല്ലേ ഖുർആനിന്റെ പേരിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ പേരിൽ, പണ്ഡിതന്മാരുടെ വാക്കുകളുടെ പേരിൽ ഈ ദൗലത്തുൽ ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നത്? ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്നവരാണോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ജിഹാദ് ഇവർ പറയുന്ന കലാപമല്ല, മറിച്ച് വളരെ കൃത്യമായി മുസ്ലിം സമൂഹം കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ത്യാഗപൂർണമായ പരിശ്രമമാണത്. അതിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾ അത് കലാപമല്ല, അത് കുഴപ്പമല്ല, പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ച ഒരാളും ഇവർ പറയുന്ന കലാപമാണ്, കുഴപ്പമാണ്, എന്താ ജിഹാദ് എന്ന് മനസ്സിലാക്കുകയില്ല. ഇവർ പറയുന്ന രൂപത്തിലുള്ള ദേശത്തേക്കുള്ള പലായനമാണ് ഹിജറ എന്ന് മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം പച്ചക്കള്ളങ്ങളെ തിരിച്ചറിയുവാനും ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആശയങ്ങൾക്ക് പുറത്താണ് ഇത്തരം ആളുകളുടെ വാസം എന്ന് മനസ്സിലാക്കുവാനും സ്വർഗം തേടി അത്തരം ആശയങ്ങളിലേക്ക് പോകുന്ന ആളുകൾ എത്തുക നിത്യനരകത്തിലായിരിക്കുമെന്നുള്ള വസ്തുത തിരിച്ചറിയുവാനും എല്ലാവരും സന്നദ്ധമാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.